ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ. അപ്പോൾ ഇത് ഞെക്കിയിട്ട് നമ്മൾ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 മൈൽ സ്പീഡിൽ കണ്ട. അപ്പോൾ ആ സ്പീഡിൽ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ ഫ്രണ്ടിൽ വണ്ടി നമ്മൾ ബ്രേക്കുമായിട്ട് അല്ലെങ്കിൽ ഇത് റെട്ടാക്ടർ വെച്ചിട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. അതേസമയം നമ്മൾ ഇപ്പോൾ കണ്ട വണ്ടി സ്ലോ ആയി. ഇപ്പോൾ നമ്മൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഇതാണ്ട് ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ വണ്ടി എത്ര സ്പീഡിലാണോ പോകുന്നത് അതിനനുസരിച്ച് നമ്മളെ വണ്ടി പോകത്തുള്ളൂ. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ട്രാക്കോ 100 മീറ്ററോ 200 മീറ്ററോ നമ്മൾ ഇതിൻ്റെ അത് ഞെക്ക് ചെയ്തിട്ട് കണ്ട ഇത് 3 മീറ്റർ ആക്കാം, 4 ആക്കാം, 5 ആക്കാം, അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാം. ഓക്കെ. അത് ഇതിൻ്റെ അത് സെറ്റ് ചെയ്യാൻ പറ്റും. അത് ഈ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വണ്ടിക്ക് അനുസരിച്ചായിരിക്കും ഈ വണ്ടി സ്പീഡ് നിയന്ത്രിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി ആ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ വണ്ടിയും ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂടി വരും. അതാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും സാധാ നോർമൽ ക്രൂയിസ് കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ബിസിയുള്ള റോഡിലാണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഇട്ടിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയണ്ട, ബ്രേക്ക് ചവിട്ടണ്ട, ആക്സിലേറ്റർ ചെയ്യണ്ട, ഇങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാം. ബ്രേക്ക് വേണ്ട, ആക്സിലേറ്റർ വേണ്ട, ഒരു പരിപാടിയില്ല. വണ്ടിയുടെ ഇഷ്ടത്തിന് നമ്മുടെ മുമ്പേ പോകുന്ന വണ്ടിയുടെ സ്പീഡിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കോളും. അതാണ് അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോളും നോർമൽ ക്രൂയിസ് കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ.